this is the first question from Rajavati University Health Science. This is the first question. Please motivation. നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. You should learn. You can pass. If you are learning, motivation will be start by your side itself. When you will start to think that I can write cool and calm in the examination, I will pass. When you ensure this one inside you, definitely you will pass. When you have the dual mind that whether I will pass, I will fail, like this, definitely it will make you to be think there in the examination. Be prepared for your exam. Be calm in the exam hall. Okay. Motivators. നിങ്ങൾ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് അല്ലേ? അപ്പം നിങ്ങൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും പേടിച്ചുകൊണ്ട് പോയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ലൈക്ക് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് മാത്രമായിട്ട് വിചാരിക്കരുത്. ഈ ഒരു എക്സാം ഞാൻ പാസ്സാവണം എന്ന് മാത്രം വിചാരിക്കാതെ ഇതെൻ്റെ ഒരു പാത്ത് വേ ആണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, എൻ്റെ ഡ്രീം കരിയറിലേക്കുള്ള ഫ്യൂച്ചറിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ യു ആർ എ സ്കിൽഡ് നേഴ്സ് ആവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് വിച്ച് വൺ? ഈ എക്സാമിനേഷൻ ജസ്റ്റ് ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ സിമ്പിൾ ടെസ്റ്റ്. ഇതൊരു സിമ്പിൾ ടെസ്റ്റ് അല്ല, മാത്രമായിട്ട് അങ്ങനെ പരിഗണിക്കേണ്ട. നിങ്ങളുടെ ഫ്യൂച്ചറിനുള്ള ഓരോ സ്റ്റെപ്പാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നത് അല്ലേ? സോ ഈ ഓരോ എക്സാമിനേഷൻ കഴിഞ്ഞ് അത് പാസ്സായി കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു കരിയറിൻ്റെ ഒരു വൺ പോർഷനാണ് കംപ്ലീറ്റ് ആവുന്നത്. നെക്സ്റ്റ് എക്സാം ദെൻ ഇതെല്ലാം കഴിഞ്ഞ് ഈ സിമ്പിളായിട്ട് ഈ എക്സാംസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊരു ഫ്യൂച്ചറിന് ഒരു നേഴ്സായി, ഒരു സ്കിൽഡ് നേഴ്സായി, ഒരു രജിസ്റ്റേർഡ് നേഴ്സായി. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറി വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാലറി കിട്ടൂലേ? സാലറി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചൂടെ? നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ചൂടെ, ഒരു കാർ മേടിച്ചൂടെ, വീട് മേടിച്ചൂടെ? മോട്ടിവേറ്റ് ആയില്ലേ? പഠിച്ചോ. That how much in per day, how much you are spending time to your Instagram, the same time you have to send to with your syllabus also. Yes. So that is enough. Okay. So ഒരു ഇൻസ്റ്റഗ്രാം റീൽ കാണുമ്പോൾ നമ്മൾ നെക്സ്റ്റ് റീലിലോട്ട് ഒരു പോകാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. സോ നെക്സ്റ്റ് ഇൻസ്റ്റഗ്രാം എപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ പറയും നെക്സ്റ്റ് റീൽ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ടൈം കളഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി പറയും നെക്സ്റ്റ് സപ്ലിമെൻ്ററി. സോ ദാറ്റ്സ് വൈ സ്റ്റോപ്പ് സ്ക്രോളിങ്. ഇപ്പോൾ സ്ക്രോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം ക്ലോസ് ചെയ്യുക, അഗൈൻ യു ടേക്ക് യുവർ നോട്ട്സ് and start studying. Definitely your future you, നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള നിങ്ങൾക്ക് താങ്ക്സ് പറയും. So this is a platform completely free for our students, so utilize this one. So hope everyone are happy and confident enough. Okay, so yeah, everything will going to be good, don't worry, and don't be panic. Nursing Guru, we are wishing very 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 best for our students. Definitely everyone, yeah, all the best, write well, attend all the questions, okay, and attend all the live session according to your subjects. Definitely you will boost up your knowledge along with whatever the mistake you have done for the previous examination. Definitely you are not going to supposed to do it again. So attend the exam confidently. And we wish all the best from the nursing group. We are wishing all the best, and we are with you in your examination time. Every day before your examination we are conducting this live sessions. We are with you, so see you on the live session.